ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ ATM കാർഡ് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഇരുന്നത്. ഓക്കെ, അന്ന് വരെ 18 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് വരെ ഹോസ്പിറ്റലിൽ 14.5 ലക്ഷം രൂപയും അവരുടെ ചിലവും പിന്നെ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നതെല്ലാം കൂടി 18 ലക്ഷം രൂപ ചിലവാക്കിയത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തന്നെയാണ്. പക്ഷെ മോള് വെച്ചിരുന്നതാ മെയിൻ റോഡിൽ ഇറങ്ങിയപ്പോൾ ഇവള് ഊരി അവൻ്റെ തലയെ വെച്ച് കൊടുത്ത്. അതിനെ അവൻ ചോദിച്ചതാണോ എന്തോ അതെനിക്ക് അറിയത്തില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് അവൻ്റെ ഇത് വണ്ടി തെറിച്ചു പോവുക ചെയ്തത്. ആക്സിഡൻറ്റിൽ സുഖമില്ലാതെ കിടക്കുന്ന ഭാര്യയുടെ അസുഖത്തെ വ്ലോഗാക്കി കാണിച്ചിട്ട് ഭർത്താവ് 25 ലക്ഷത്തോളം രൂപ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത് ഒരു തരം ചാരിറ്റി തട്ടിപ്പ് സംഭവം പലരും അറിഞ്ഞു കാണാം. അത് അടുത്തിടെയാണ് കേൾക്കാനായിട്ട് ഇടവന്നത്. അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ AP അനുഭവ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ തട്ടിപ്പ് നടന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ധാരാളം പേര് യൂട്യൂബിലൊക്കെ പോയി സെർച്ച് ചെയ്തിരുന്നു ഈ പേരിൽ. പക്ഷേ യൂട്യൂബിൽ ഇവർക്ക് ചാനലൊന്നുമില്ല, ഇതൊരു ഫേസ്ബുക്ക് പേജാണ്. ധാരാളം പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇതിൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ ഈ പേജ് കിട്ടും. അപ്പോൾ ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അടുത്തിടെ ഒരുപാട് ഇതിനെക്കുറിച്ചിട്ട് കാണാൻ ഇടയായതുകൊണ്ടാണ് ഈ ഒരു സംഭവം അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് യൂട്യൂബിൽ ഒരിക്കലും കിട്ടില്ല ഈ ചാനൽ. ഈ ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലാണ് ഈ വിഷയം പുറം ലോകത്തിന് എത്തിക്കുന്നത്. അവരാണ് സുഖമില്ലാതെ കിടക്കുന്ന അനു എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അവരുടെ അമ്മയുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അന്വേഷിച്ച് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണിച്ചത്. അതുകൊണ്ടാണ് ഈ സംഭവം പുറത്ത് അറിയുന്നത്. അപ്പോൾ ഈ അറിയാത്തവർക്കായി ഇനി എന്താണ് സംഭവം എന്ന് പറയാം. സംഭവം മനസ്സിലാക്കിയാലേ ഈ വീഡിയോ കണ്ടിട്ട് പ്രയോജനമുള്ളൂ. ഏതാണ്ട് ഒരു 9 മാസം മുമ്പ് ഈ അനു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ സമയം കൂടെ ഭർത്താവും ഉണ്ടായിരുന്നു. ഭർത്താവിനാണെങ്കിൽ തോളിലിന് സാരമായിട്ടുള്ള പരുക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു. അനു ആണെങ്കിൽ തലയിടിച്ച് വീണത് കാരണം മെമ്മറി മുഴുവനും പോയി, സംസാരിക്കാനുള്ള കഴിവും നഷ്ടപ്പെട്ടു. സ്ഥിരകാലബോധം ഇല്ലാതെ ഉള്ള ഒരു അവസ്ഥയിലുമായി. ഭാര്യയും ഭർത്താവിനെയും ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഭർത്താവ് സ്വന്തമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി. അതിന് JP അനു അഭിനവ് എന്ന പേരുമിട്ടു. അതിൽ വന്നിട്ട് ഈ ഭാര്യയുടെ ഓരോരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വ്ലോഗുകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എൻ്റെ ഭാര്യയെ കണ്ടോ, എന്തൊരു അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡെയിലി ഭാര്യയെ കാണിച്ചിട്ട് ഈ പുള്ളിക്കാരൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് സഹതാപം തോന്നിയിട്ടുള്ള ധാരാളം ആളുകൾ ഇയാൾക്ക് പണം അയച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി. ഏകദേശം ഈ ഭർത്താവിന് ഒരു 25 ലക്ഷം രൂപയോളം കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 25 ലക്ഷം രൂപയിൽ നിന്നും 1 രൂപ പോലും ഇയാൾ ചികിത്സയ്ക്ക് കൊടുത്തിട്ടില്ല എന്നും എല്ലാം ലാവിഷായിട്ട് തന്നെ ഇദ്ദേഹം ചിലവാക്കി തീർത്തു എന്നുമാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം. ഇത് പുറം ലോകം അറിയുന്നത് അനുവിൻ്റെ അമ്മ വഴിയാണ്. എന്തായാലും ഭർത്താവ് തന്നെ സ്വന്തം ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തു രംഗത്ത് വന്നു. അതൊന്ന് കേട്ടിട്ട് വരാം. ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ പെങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പെങ്ങളെ പോലും അവർക്ക് കണ്ടുകൂടാം, ഈ പറയുന്ന അനുവിൻ്റെ അമ്മയ്ക്ക് കണ്ടുകൂടാം. പക്ഷേ എൻ്റെ വൈഫും എൻ്റെ പെങ്ങളും തമ്മിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ വൈഫിൻ്റെ അമ്മയ്ക്കാണ് എൻ്റെ അച്ഛനെയും അമ്മയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കളയണമെന്ന് പറയുന്നതും എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല, എൻ്റെ ബന്ധുക്കൾ പോലും കയറാൻ താമസിക്കാത്ത അവസ്ഥയാക്കി വെച്ചിട്ടുള്ളത് ഈ എൻ്റെ വൈഫിൻ്റെ അമ്മായിമ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ കോടതിയിലോട്ട് പോവുകയാണ് കേട്ടോ, ചങ്ങാതിക്കൂട്ടത്തിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട്. കാരണം ആ വീഡിയോ ചെയ്തതിൽ സത്യാവസ്ഥയില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ലീഗലായിട്ട് തന്നെ നേരിടാൻ പോവാണ്. കാരണം എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ അവർ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യത്തിൽ സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മിണ്ടത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ്. മോനെ അടങ്ങും. അപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് ആ വീഡിയോയ്ക്കകത്ത് കണ്ട വഴക്ക് ഞാനും എൻ്റെ പെങ്ങളും അവിഹിതമാണെന്ന് പറഞ്ഞതിൻ്റെ എൻ്റെ അച്ഛനും പ്രതികരിക്കുന്ന വീഡിയോ ആണ് ആ കണ്ടത്. അന്ന് പിന്നെ ഇവരൊക്കെ വന്നതാണ്, എന്താ മെമ്പർമാരെല്ലാം വിളിപ്പിച്ചു. കാരണം ഈ ഒരു പ്രസംഗം നടക്കുമ്പോൾ അവരവിടെ
വീഡിയോയിൽ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പെങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഈ പെങ്ങൾ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളാണ്, മുറപ്പെണ്ണാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെയും ഈ പെണ്ണിനെയും ചേർത്തിട്ട് അമ്മായിയമ്മ ഒരുപാട് അപവാദം പറഞ്ഞു പരത്തുന്നു എന്നൊക്കെയാണ് ഇടയ്ക്ക് ഒരു വീഡിയോനെ പറ്റിയും പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ വന്നൊരു വീഡിയോ ആണ്. അമ്മായിയമ്മ ചീത്ത വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ കാര്യവും വഴക്കുകളും ഒക്കെ അത് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവിടെ പ്രധാനപ്പെട്ട ആരോപണം ഇദ്ദേഹത്തിനെതിരെ എന്താണെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അസുഖം കാണിച്ചിട്ട് ഈ വ്ളോഗൊക്കെ എടുത്തിട്ട് ഇത് കണ്ട് സഹതാപം തോന്നി ഒരുപാട് പേര് പണമൊക്കെ അയച്ചു തരുന്നത് ആ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കാതെ അത് മൊത്തം അദ്ദേഹം സ്വന്തം ഇതായിട്ട് ലാവിഷായിട്ട് ചിലവാക്കി കളഞ്ഞു എന്നാണ്. പക്ഷെ അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള മറുപടിയും ഇദ്ദേഹം പറയുന്നുമില്ല. ഇപ്പോൾ സമൂഹത്തിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കയ്യിൽ നിന്നുമൊക്കെ പോയി കഴിഞ്ഞാലും അവിഹിത കഥയിലോട്ടോ തിരിച്ചുവിടാനായിട്ടുള്ള ശ്രമങ്ങളാണ്. കാരണം അത് പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് സഹായിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഓരോരോ ഉടായിപ്പ് കഥകളൊക്കെ വരുന്നത്. ഇനി ബാക്കിയും കൂടെ കുറച്ച് കേട്ട് നോക്കാം. 5 ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ ATM കാർഡ് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഇരുന്നത്. ഓക്കെ, അന്ന് വരെ 18 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. എൻ്റെ വൈഫിനെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് വരെ ഹോസ്പിറ്റലിൽ 14.5 ലക്ഷം രൂപയും അവരുടെ ചിലവും പിന്നെ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നതെല്ലാം കൂടി 18 ലക്ഷം രൂപ ചിലവാക്കിയത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തന്നെയാണ്. സുഖമില്ലാത്ത സ്വന്തം മകളെയൊക്കെ കാണിച്ചിട്ട് വ്ളോഗും ചെയ്ത് ഈ കിട്ടുന്ന കാശൊക്കെ ചികിത്സയ്ക്ക് കൊടുക്കാതെ സ്വന്തമായിട്ട് ചിലവാക്കി കളഞ്ഞാൽ ഏത് അമ്മയ്ക്കാണ് അത് സഹിക്കാൻ പറ്റുക? സ്വന്തം അമ്മ വന്നിട്ട് ഈ സ്നേഹമുള്ള അമ്മ, മകളോട് ഇത്രയും സ്നേഹമുള്ള ഒരു അമ്മയ്ക്ക് ഒരിക്കലും അതൊന്നും സഹിക്കാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം രണ്ട് ഭാഗവും കേട്ട് നോക്കിയാലല്ലേ എല്ലാവർക്കും ഒരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനത്തിൽ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വെളിയിൽ കൊണ്ടുവന്ന ചാനലിന് എതിരെ ഈ പുള്ളിക്കാരൻ കേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോടതിയിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ലൈവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ മൊത്തം വന്ന ഒരു 25 ലക്ഷത്തോളം രൂപയാണ് പിരിഞ്ഞ് കിട്ടിയത്. അതിൽ 18 ലക്ഷം രൂപ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കിയെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അത് ചിലവാക്കിയത് വന്നിട്ട് ഭാര്യയുടെ ചേച്ചിയാണെന്നും പറയുന്നു. പക്ഷേ ഈ 18 ലക്ഷം രൂപയുടെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ഒരു പ്രൂഫോ ഒന്നും പുള്ളി കാണിക്കുന്നുമില്ല. അപ്പോൾ അത് ചികിത്സയ്ക്ക് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണിക്കാമെന്നാണ് കാണുന്നവരൊക്കെ അഭിപ്രായപ്പെടുന്നത്. മാത്രവുമല്ല ഈ സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ എല്ലാവർക്കും അറിയാം, പഴയകാലം പോലെയല്ല ഈ പേയ്മെൻറ്റൊക്കെ ഗൂഗിൾ പേ വഴിയോ ബാങ്കിൻ്റെ ഓൺലൈൻ സംവിധാനം വഴിയോ ATM വഴിയോ അതുപോലെ ഡെബിറ്റ് കാർഡ് വഴിയോ ഒക്കെയാണ് പേയ്മെൻറ്റ്. GPayയിലൊക്കെയാണ് സാധാരണ ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ വളരെ കുറവാണ്. കാരണം പല ഹോസ്പിറ്റലിലും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയ എമൗണ്ട് മാത്രമേ അവർ ക്യാഷായിട്ട് അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ കൂടിയ തുകയ്ക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ ട്രാൻസാക്ഷനോ കാർഡ് വഴിയോ ഒക്കെ സാധിക്കുകയുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് പലരും എല്ലാവർക്കും അതുകൊണ്ട് ഇങ്ങനത്തെ GPay വഴിയൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ കാണിക്കാവുന്നതേ ഉള്ളൂ. അവൾ തിരിച്ച് മറുപടി പറയാനായിട്ട് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ മാത്രം മതി. പക്ഷേ ഈ എല്ലാവരും എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ 18 ലക്ഷം പോയിട്ട് ഒരു 10,000 രൂപ പോലും ഇദ്ദേഹം ചിലവാക്കിയിട്ടില്ല ചികിത്സയ്ക്ക് വേണ്ടി എന്നാണ്. കാരണം ഈ ഭാര്യയുടെ സഹോദരിയുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് തല ഊരാനായിട്ട് നോക്കുകയാണെന്നും പറയുന്നു. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതിന് ഇക്കാലത്ത് എല്ലാത്തിനും തെളിവുകളുണ്ട്. അപ്പോൾ ചുമ്മാക്കി വിളിച്ച് പറഞ്ഞാലൊന്നും ആരും ഇക്കാലത്ത് വിശ്വസിക്കാനും പോകുന്നില്ല. അപ്പോൾ ബാക്കി കുറച്ച് ഭാഗം വീഡിയോയിൽ കണ്ടു നോക്കാം. ആ 18 ലക്ഷം രൂപയുടെ കണക്ക് പറയേണ്ടത് അവരാണ്, ഞാനല്ല. അപ്പം ബാങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് 25 ലക്ഷം രൂപ അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ 25 ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 25 ലക്ഷം രൂപയിൽ 18 ലക്ഷം രൂപയുടെ കണക്ക് അവർ പറഞ്ഞു പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അനിമോള് ഇന്നിക്കാണെങ്കിൽ ഈ 10 വർഷക്കാലം ആ കൊച്ചിനറിയാം ഞാൻ ആ കൊച്ചിനെ എങ്ങനെയാണ് നോക്കിയെന്നുള്ളത്. ആ കൊച്ചു പറയണം, ഒരു അടി പോലും ഞാൻ അതിനെ അടിച്ചിട്ടില്ല, ഞാൻ അതിനെ തെറി വിളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിനെ നല്ല സ്നേഹത്തോടെയാണ് ഞാൻ 10 വർഷക്കാലവും ഞാൻ നോക്കിയിട്ടുള്ളത്. പക്ഷേ ഈ ആക്സിഡൻറ്റ് പ്രകാരം ആ കുഞ്ഞിന് ഒന്നും അറിയത്തില്ല. ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പം ആ കുഞ്ഞിനൊന്നും അറിയത്തില്ല. പിന്നെ ആ കുഞ്ഞിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല, സംസാരമില്ല. പക്ഷെ ഓർമ്മശക്തി തിരിച്ചും സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ ആ കൊച്ചു പറയണം സത്യങ്ങളല്ല, ആ കുഞ്ഞ് പറയണം.
അപ്പോൾ ഈ മോൾക്ക് ഓർമ്മശക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നതെന്നും പറയുന്നു. അതാണ് ഇദ്ദേഹം ഈ കുട്ടീനെ വെച്ചിട്ട് മുതലെടുത്ത് എല്ലാവരുടെയും കയ്യിൽ നിന്നും കാശൊക്കെ വാങ്ങി ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നത്. അതായത് ഇദ്ദേഹത്തിന് അപകടത്തിൽ തോളലിന് പരുക്ക് പറ്റി എന്നും പറയുന്നു. അതിന് 7 ലക്ഷം രൂപ ചിലവായി സർജറിക്ക് വേണ്ടിയിട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാവർക്കും ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒക്കെ കാണുമല്ലോ. അപ്പം ചെറിയ ഒരു സർജറി തോളലിനൊക്കെ അത്രയും സീരിയസ് ഒക്കെ അല്ലെങ്കിൽ ഒരു 50,000 തൊട്ട് ഒരു 2 ലക്ഷം, അത് വളരെ ചുരുങ്ങിയ തീരെ കുറഞ്ഞ ഒരു സീരിയസ് അല്ലാത്ത ഒരു ഇതൊക്കെ കുഴപ്പമൊക്കെ ആണെങ്കിൽ വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള തുകയാകുള്ളൂ. പക്ഷേ സർജറി എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും കൂടിപ്പോയാൽ ഒരു 1-1.5 ലക്ഷത്തിന് മുകളിലൊന്നും അത് പോകാറില്ല ഈ തോളലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ 7 ലക്ഷം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ഇത് വിശ്വസിക്കാം എന്നുള്ളത് അത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ബാക്കി കാശൊക്കെ എവിടെ പോയി? ഇപ്പോൾ ഹോസ്പിറ്റൽ ബില്ലൊന്നും കാണിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം, പിന്നെ പ്രോപ്പറായിട്ടുള്ള തെളിവോ ബിൽസോ അതൊന്നും ഹാജരാക്കിയിട്ടുമില്ല. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങളുടെ ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും കിട്ടിക്കാണും എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. എന്തായാലും ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലും വളരെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ പലതും സംഭവങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് കണ്ടപ്പോഴേക്കും ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിന്ന് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കാതെ നിങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കുക. ഇതുപോലെയുള്ള മെയിൻ പ്രധാനപ്പെട്ട പല പല ടോപ്പിക്സും ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.